ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഒന്നാമതൊരു ക്വസ്റ്റ്യൻ നമുക്ക് സാധ്യതയുള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ഇറ്റ് റെഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു ഫിനാൻസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ്സിലെ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് സാധ്യതയുള്ളൊരു പാർട്ടാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർ ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഗവേണിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ രണ്ട് ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും മറ്റൊന്ന് എന്താണ്, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സുമാണ്. ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വൈൽ ഡിസൈഡിങ് ഓർ പ്ലാനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു സ്ഥാപനത്തിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫേം ഷുഡ് കീപ് ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ എന്ത് ചെയ്യണം, പരമാവധി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ നടക്കുന്ന ഏതിലൂടെയാണ്, പ്രോഫിറ്റബിലിറ്റിയിലൂടെയാണ്, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവിലൂടെയാണ്. അപ്പോൾ അതാണ് ഒരു ഫാക്ടർ വരുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്, ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പേ എന്താണ്, ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ്. അതായത് സ്ഥാപനത്തിൽ ക്യാഷ് ആയിട്ട് എമൗണ്ടുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ചാൻസ് ആണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൈൽ പ്ലാനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് ഈസ് ലിക്വിഡിറ്റി. അതായത് ലിക്വിഡിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ അവിടെ നെസസറി ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ടായിരിക്കണം. അതായത് ക്യാഷ് ഫ്ലോ അനാലിസിസിൽ നമ്മൾ അറിയുന്നത് എന്താണ്, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് ക്യാഷിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും, ഇപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ലിക്വിഡിറ്റിയാണ് മറ്റൊരു ഫാക്ടർ വരുന്നത് ഇതിനെ സ്വാധീനിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എല്ലാ സമയത്തും എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് എൻഷുർ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമയത്ത്, ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കൂടുതലെങ്കിൽ അതിനെ നമുക്ക് മാറ്റി ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കൂടുതലാക്കണം, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡറിലേക്ക് വരണം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി സെയ്സ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ സെയ്സ്, അതായത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്മോൾ കമ്പനീസ് ടു റേസ് ലോങ് ടേം ഡെപ്റ്റ്. ഒരു ചെറിയ സ്ഥാപനങ്ങൾക്ക് ലോങ് ടേം ഡെപ്റ്റുകൾ റേസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടായിരിക്കും, വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഹൻസ് ദേ ഡിപ്പെൻഡ് അപ്പോൺ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിട്ടേൺ ഏർണിങ്സ്. പൊതുവെ അത് ഷെയർ ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ലാർജ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇറ്റ് കനോട്ട് ബി റേസ്ഡ് ഫ്രം സിംഗിൾ സോഴ്സ്. ഒരു ചെറിയ സോഴ്സിൽ നിന്ന് ഫുള്ള് പണം കണ്ടെത്താൻ പറ്റൂല. വലിയ കമ്പനികളാകുമ്പോൾ ഡിഫറൻറ്റ് സോഴ്സിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും, പണം കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി മീഡിയം ടേം ആണെങ്കിൽ രണ്ടിൻ്റെയും മിക്സ് ആ രൂപത്തിലൊക്കെ നടത്താം. അപ്പോൾ ഇവിടെ സെയ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടറാണ്, ഇൻറ്റേർണൽ ഫാക്ടറാണ് ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ സ്വാധീനിക്കുന്നത്. ഇനി അടുത്ത നേച്ചർ ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുമ്പോൾ അതെന്താണ്, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും ഫിക്സ്ഡ് അസറ്റിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഫേം ഹാസ് മോർ റിസ്ക്. ഓക്കെ, അപ്പോൾ അത്തരം കേസിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ബിസിനസ്സിൻ്റെ നേച്ചർ എങ്ങനെയാണോ, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ഒക്കെ ആകുമ്പോൾ ഫിക്സ്ഡ് അസറ്റിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുന്ന സമയത്ത് അവിടെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം ആണ്. അതായത് ഡിബഞ്ചർ ഷുഡ് ബി ഇഷ്യൂഡ് ഓൺലി വെൻ ദി കമ്പനി എക്സ്പെക്ട് ഹൈ ആൻഡ് റെഗുലർ ഇൻകം. ഡിബഞ്ചറുകളെ കുറിച്ച് നമുക്കറിയാം, ഇൻട്രസ്റ്റ് ആണ് അതിൻ്റെ റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടത്. ആ റിട്ടേൺ എന്ന് പറയുന്ന നിശ്ചിത പീരീഡ് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ റിട്ടേൺ ഉണ്ടെങ്കിൽ മാത്രമേ, ഇൻകം ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം എന്നതിൻ്റെ റെഗുലാരിറ്റി അല്ലെങ്കിൽ സെർട്ടനിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി പീരീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ് ആണ്. നമ്മുടെ എന്താണ്, ഫണ്ട് റിക്വയർഡ് ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, ഈ ഒരു സാധനം എന്താണ് ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ അതേപോലെ തന്നെ ഫിനാൻസിങ്ങിൻ്റെ പേർപ്പസ് എന്താണ് എന്നതൊക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് എന്നുള്ളതാണ്.
ഇനി മറ്റൊന്നാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വൺ വേർഡിലും സാധ്യതയുണ്ട്. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതെന്താണ് യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ്, പ്രിഫറൻസ് ഷെയർ എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇതുകൂടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത് ഡിസൈർ ടു റീറ്റെയിൻ കൺട്രോൾ. അതായത് മാനേജ്മെൻറ്റ് ഡിസൈഡ് ടു റീറ്റെയിൻ കൺട്രോൾ ഓവർ ദി കമ്പനി. കമ്പനിയുടെ എന്താണ് കൺട്രോൾ അവരിൽ തന്നെ നിക്ഷിപ്തമാക്കണം, അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാതിരിക്കലായിരിക്കും നല്ലത്. കാരണം അവർക്ക് തന്നെ എന്ത് ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റ് കൺട്രോൾ കിട്ടണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ. ഇനി അസറ്റ് സ്ട്രക്ചറാണ്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ് സ്ട്രക്ചർ, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ് ഇൻ ദി ടോട്ടൽ അസറ്റ് ഓൾസോ എഫക്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ബിസിനസ്സിലെ ഫിക്സ്ഡ് അസറ്റിൻ്റെയും കറണ്ട് അസറ്റിൻ്റെയും ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് എന്നതും എന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന കണ്ടീഷൻ ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. നിലവിലെ ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷൻ എന്താണ്? ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷൻ ഡിറ്റർമൈൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, അതേപോലെ റേറ്റ് ഓഫ് ഡിവിഡൻഡ്, അതേപോലെ ഡിറ്റർമൈൻ ഹൗ വിച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്. ഇതൊക്കെ എന്താണ് നിർവചിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, അതായത് ഇപ്പം ഡിപ്രഷനാണോ അല്ലെങ്കിൽ റിസഷനാണോ, ആ ഒരു തരത്തിലുള്ള ബിസിനസ്സിന് സൈക്കിൾ കണ്ടീഷൻസ് ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇനി ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ്, റിസ്ക് കൂടുതൽ എടുക്കാൻ തയ്യാറാണ്, അതേപോലെ തന്നെ അവർക്ക് നല്ല സ്റ്റേബിളായ ഇൻകം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് എന്തായിരിക്കും, ഡിബഞ്ചേഴ്സ് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ അത് ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റൊന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ആണ്. ഫിനാൻസിങ് കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ടു മാക്സിമൈസ് റിട്ടേൺ എന്നുള്ളതാണ് ഓരോ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് എന്താണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ലീഗൽ റിക്വയർമെൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് വാരിയസ് ലോസ് ഫ്രെയിംഡ് ബൈ ദി ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നോർമലി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അതേപോലെ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ലോസുകൾ, റൂൾസുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഇനി ടാക്സേഷൻ പോളിസി. നമുക്കറിയാം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട, ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പോർഷനാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സേഷൻ പോളിസി എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അതായത് നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഹൈ റേറ്റ് ആണോ ലോ റേറ്റ് ആണോ എന്നതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനി ഡിഫർ ഇൻ സ്കിൽസ്, ജഡ്ജ്മെൻറ്റ്, എക്സ്പീരിയൻസ്. ഓക്കെ, ഇതിലൊക്കെ എന്തായിരിക്കും, ഡിഫറൻസ് ആയിരിക്കും. ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള മാനേജ്മെൻറ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ബാധിക്കുന്നത് നോക്കുക ജസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് മറ്റൊന്ന് വരുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ വിച്ച് മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി ഫേം. ഓക്കെ, ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇവിടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം റിട്ടേൺ കിട്ടണം. ഓക്കെ, മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇവിടെ എസ്ര ഡിഫൈൻ ചെയ്താണ്, ഒപ്റ്റിമൽ ലിവറേജ് ഈസ് ദാറ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് വിൽ മാക്സിമൈസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് മിനിമൈസ് ദി കമ്പനീസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതാണ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മെയിൻലി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 4 തിയറീസ് ആണ് വരുന്നത്. നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ട്രഡീഷണൽ തിയറി, മോഡി ഗിലാനി മില്ലർ തിയറി. ഇത്രയും തിയറീസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നെറ്റ് ഇൻകം തിയറി അല്ലെങ്കിൽ NI അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡൂറൻഡ് എന്ന് പറയുന്ന ആളാണ്.
ഇതിനെ ഫിക്സ്ഡ് കെ തിയറി എന്നും അറിയപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയറി പ്രകാരം എ കമ്പനി ക്യാൻ ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് റെഡ്യൂസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻക്രീസിങ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാക്സിമം ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ആ സ്ഥാപനത്തിൻ്റെ വാല്യൂ അതേപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ NI തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അസംഷൻസ് ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ദർ ഈസ് നോ ടാക്സ്. ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമെയിൻ കോൺസ്റ്റന്റ്. യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്റ്റ് ദി പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇത്രയുമാണ് വരുന്നത്. ഇനി വരുന്ന NOI അപ്രോച്ചാണ്. NOI അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഈ മെത്തേഡും ഡേവിഡ് ഡ്യൂറൻഡ് തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. ഈ മെത്തേഡ് പ്രകാരം എന്താണ് ഇത് പറയുന്നത്? അക്കോർഡിംഗ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, എനി ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്റ്റ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദി കമ്പനി ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം എന്ത് ചെയ്യുകയില്ല, ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു മാറ്റം ഏതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റ് വാല്യൂയും അതേപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു അപ്രോച്ചാണ് ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ അപ്രോച്ച് സോളമൺ എസ്രയാണ് ഡെവലപ്പ് ചെയ്തത്. അതായത് ഇതെന്താണ്, NI അപ്രോച്ചിൻ്റെയും NOI അപ്രോച്ചിൻ്റെയും മിഡ് വേ ആയിട്ട് വരുന്നതാണ്. അതായത് ഈ അപ്രോച്ച് പ്രകാരം യൂസ് ഓഫ് ഡെപ്റ്റ് അപ് ടു എ പോയിൻ്റ് ഈസ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഒരു പോയിൻ്റ് വരെ, ഒരു നിശ്ചയ പോയിൻ്റ് വരെ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് എന്താണ്, നല്ലതാണ്. ഓക്കെ, എന്നാൽ ബിയോണ്ട് ദിസ് പോയിൻ്റ് ദി യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസസ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഇത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം NI അപ്രോച്ചിൻ്റെയും NOI അപ്രോച്ചിൻ്റെയും മിഡ് വേ ആയിട്ട് പ്രവർത്തിക്കുന്ന അപ്രോച്ചാണ് എന്ത്, ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പോയിൻ്റ് വരെ യൂസ് ഓഫ് ഡെപ്റ്റ് നല്ലതാണ്, പക്ഷേ അതിന് മേലോട്ട് ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും, അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി മോഡി ഗിലാനി അപ്രോച്ചാണ്. മോഡി ഗിലാനി മില്ലർ അല്ലെങ്കിൽ MM തിയറിയാണ്. ഈ ഒരു MM തിയറി എന്ന് പറയുന്നത് NOI തിയറിക്ക് തുല്യമാണ്. ഓക്കെ, ഇൻ ദി ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് ഇല്ലാത്ത സമയത്ത് NOI തിയറിക്ക് തുല്യമായിരിക്കും എന്ത്, ഈ ഒരു MM തിയറി എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അതെന്താണ്, NI തിയറിക്ക് സിമിലർ ആണ് എന്നുള്ളതാണ് ഈ ഒരു MM തിയറിയിൽ പറയുന്നത്. ഇനി ഇതിൽ വരുന്നൊരു ടേമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI എന്ന് പറയുന്നത്. ROI മെഷേഴ്സ് ഹൗ മച്ച് പ്രോഫിറ്റ് ഓർ ഗെയിൻ എ കമ്പനി മേക്സ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് ഗെയിൻ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്നതാണെന്ത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ROI എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതായത് ഹൗ മച്ച് പ്രോഫിറ്റ് ഓർ ഗെയിൻ എ കമ്പനി മേക്സ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദി മണി ഇൻവെസ്റ്റഡ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എന്താണ് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണ്, ഗെയിൻ എത്രയാണെന്ന് കാണിക്കുന്നതാണെന്ത്, അത് മെഷർ ചെയ്യുന്നതാണെന്ത് ROI എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ROE ആണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി മെഷേഴ്സ് ഹൗ വെൽ എ കമ്പനി ഈസ് യൂസിങ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് മണി ടു ജനറേറ്റ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്താണ്, കമ്പനീസ് നെറ്റ് ഇൻകം ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ് നമ്മൾ എന്ത് പറയുക, റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന നേട്ടമാണ്, റിട്ടേണിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, കമ്പനീസ് നെറ്റ് ഇൻകം ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, മൊത്തം ഇൻകത്തിൽ നിന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻകം എത്രയാണോ, റിട്ടേൺ എത്രയാണോ അത് കാണിക്കുന്നതാണ് എന്ത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ROE എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് തിയററ്റിക്കലി വായിച്ചു നോക്കുക, നന്നായിട്ട് പഠിക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.